സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. മലയോര മേഖലകളിൽ യാത്രാ നിയന്ത്രണം. 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കും. തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിനും സാധ്യത. ഇടുക്കിയിൽ കാലവർഷം കനത്തു. പാംപ്ല, മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. പെരിയാർ, തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. എറണാകുളത്ത് കനത്ത മഴ. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. മലയോര മേഖലകളിൽ രാത്രി യാത്രകൾക്ക് നിയന്ത്രണം. കണ്ടമാലിയിലും നായരമ്പലത്തും കടലാക്രമണം ശക്തം. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. പത്തനംതിട്ടയിൽ കനത്ത മഴ. നദികളിൽ ജലനിരപ്പ് ഉയർന്നു. മൂഴിയാർ ഡാമിൽ റെഡ് അലേർട്ട്. ഡാമിന്റെ ഷട്ടറുകൾ ഉടൻ തുറന്നേക്കും. ആങ്ങമുഴി, സീതത്തോട് ഭാഗങ്ങളിലും ജലനിരപ്പ് ഉയരുന്നു. കക്കട്ടാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പ്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ആലപ്പുഴയിൽ മഴയ്ക്ക് നേരിയ ശമനം. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കോട്ടയത്തും മഴക്കെടുതി രൂക്ഷം. മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കോട്ടയം കുമരകം റോഡിൽ വിള്ളലിനെ തുടർന്ന് ഗതാഗതം ഭാഗികമായി നിരോധിച്ചു. ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മലപ്പുറത്തും ശക്തമായ മഴ. പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു. പൊന്നാനിയിലും വെള്ളിയങ്കോടും പാലപ്പെട്ടിയിലും കടലാക്രമണം രൂക്ഷം. 50ഓളം വീടുകളിൽ വെള്ളം കയറി. 30ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ലോക്സഭയിലേറ്റത് വലിയ തോൽവിയെന്ന് ആവർത്തിച്ച് എം.വി. ഗോവിന്ദൻ. തിരുത്തൽ നടപടികൾ ആരംഭിച്ചു. തോൽവിക്ക് ഉത്തരവാദി മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നത് അസംബന്ധം. തോമസ് ചാഴിക്കാരനായാലും ഏതാളായാലും എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടനാപരമായി ഓരോന്നും പരിശോധിക്കും. പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ചില വിമർശനങ്ങൾ ഉയർന്നു വരും. മുഖ്യമന്ത്രി വ്യക്തിപരമായിട്ട് തന്നെ മുഖ്യമന്ത്രി വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നമില്ല. ഇതേ മുഖ്യമന്ത്രി ജില്ലാ കമ്മിറ്റികളൊക്കെ അങ്ങനെ ആര് വിലയിരുത്തി വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പത്രത്തിൽ ഇങ്ങോട്ടാക്കുന്നില്ല വാർത്ത. അതിന്റെ മുന്നിലൊന്നും വരാൻ ഞങ്ങളില്ല. തോമസ് ചാഴിക്കാരനായാലും ഏതാളായാലും എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടനാപരമായി ഓരോന്നും പരിശോധിക്കും. കെ ശൈലജയുടെ തോൽവിക്ക് കാരണം മുഖ്യമന്ത്രിയാകണമെന്ന ജനങ്ങളുടെ ആഗ്രഹമല്ല. ഇ.പി. ജയരാജന്റെ വെളിപ്പെടുത്തലിൽ തിരുത്തലുണ്ടാകുമെന്നും സംസ്ഥാന സെക്രട്ടറി. ആര് വിലയിരുത്തി വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പത്രത്തിൽ ഇങ്ങോട്ടാക്കുന്നില്ല വാർത്ത. അതിന്റെ മുന്നിലൊന്നും വരാൻ ഞങ്ങളില്ല. തോമസ് ചാഴിക്കാരനായാലും ഏതാളായാലും. എം.വി. ഗോവിന്ദന്റെ വെളിപ്പെടുത്തൽ ന്യൂസ് മലയാളത്തോട്. ISRO ചാരക്കേസിലെ ഗൂഢാലോചനയിൽ കുറ്റപത്രം സമർപ്പിച്ച CBI. 5 പേർക്കെതിരെ കുറ്റപത്രം. തിരുവനന്തപുരം CJM കോടതിയിലാണ് CBI ഡൽഹി യൂണിറ്റ് കുറ്റപത്രം സമർപ്പിച്ചത്. T20 ലോകകപ്പിൽ ഫൈനൽ പ്രതീക്ഷയുമായി ഇന്ത്യ ഇന്നിറങ്ങും. രണ്ടാം സെമിയിൽ എതിരാളികൾ ഇംഗ്ലണ്ട്. മത്സരം രാത്രി 8 മണിക്ക് ഗയാനയിൽ. ആദ്യ സെമിയിൽ അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയെ നേരിടുന്നു.
യൂറോ കപ്പിൽ ബെൽജിയവും റുമേനിയയും സ്ലൊവാക്കിയയും പ്രീ ക്വാർട്ടറിൽ. ജീവൻ മരണ പോരിൽ സമനില പിടിച്ച ടീമുകൾ 4 പോയിന്റുമായി ഒപ്പമെത്തിയിട്ടും ഗോൾ ശരാശരിയിൽ പിന്തള്ളപ്പെട്ട് യുക്രൈൻ പുറത്ത്. അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ ഇവാൻ ഗെർഷ്കോവിച്ചിന്റെ രഹസ്യ വിചാരണ റഷ്യയിൽ ആരംഭിച്ചു. ചാരവൃത്തി കേസിലാണ് വിചാരണ. വാൾ സ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടറായിരുന്നു ഇവാൻ അറസ്റ്റിലായത് 2023 മാർച്ച് 29. രാജ്യസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും. ലോക്സഭയിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്നും തുടരും. 17ാം ലോക്സഭയുടെ അവസാന സമ്മേളനത്തിൽ പാസാക്കിയ 12 ബില്ലുകൾ ഇന്ന് സഭയിൽ വെക്കും. നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമായേക്കും. വിവിധ വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചേക്കും. ധനാഭ്യർത്ഥനയിന്മേലുള്ള ചർച്ച തുടരും. ശബരിമല റെയിൽപാത ശ്രദ്ധ ക്ഷണിക്കലായും ഉന്നയിക്കും. പ്രധാനമന്ത്രിക്ക് കത്തയച്ച എം.കെ. സ്റ്റാലിൻ ജാതി സെൻസസ് നടത്തണമെന്ന ആവശ്യം. 2024 സെൻസസിനൊപ്പം ജാതി സെൻസസ് നടത്തണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി. സംസ്ഥാന പോലീസ് മേധാവിയുടെ കാലാവധി നീട്ടി സർക്കാർ. ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ കാലാവധി നീട്ടിയത് 1 വർഷത്തേക്ക്. നടപടി അടുത്ത മാസം അവസാനം വിരമിക്കാനിരിക്കെ. ഇതോടെ 2025 ജൂൺ വരെ DGP ആയി തുടരാം. കളയിക്കാവിള കൊലപാതകത്തിൽ പ്രതി സജികുമാറിന്റെ അറസ്റ്റ് തമിഴ്നാട് പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. പ്രതിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ്. സജികുമാറിനെ ഇന്ന് കുഴിത്തുറ കോടതിയിൽ ഹാജരാക്കും.